ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ അറസ്റ്റിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. 41-ാം വാക്യത്തിൽ ഉടനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തുരുവിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ എന്ന പറയിച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ അവനെ ചുംബിക്കുമോ അവൻ തന്നെ ആവും, അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുകയും എന്ന് അവർക്കൊരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ വന്നു ഉടനെ അടുത്ത് ചെന്ന് റബി എന്ന് പറഞ്ഞു. അവനെ ചുംബിച്ചു. അവൻ അവൻ്റെ മേൽ കൈവച്ചു, അവനെ പിടിച്ചു. അവർ അവൻ്റെ മേൽ കൈവച്ചു, അവനെ പിടിച്ചു. അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി കാത് അറുത്തു. യേശു അവരോട്, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഇരുന്നു. നിങ്ങളെന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പും പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്ന് കൂടിയിരുന്നു. ഇത് കാണാൻ സാധിക്കുന്നത് യേശുവിനെ ചുംബിക്കുന്ന, ഒറ്റിക്കൊടുക്കുന്ന യൂദയാണ്. കൂടെ നിന്ന് പണത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്ത് മുഴുവൻ ലാഭവും പറ്റി ചുംബിച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതി അന്നുകൊണ്ട് ഇന്നുമുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ഒരു കള്ളനെ പോലെ എൻ്റെ അടുക്കൽ എന്തിനാണ് വന്നത്? ഞാനൊരു കള്ളനാണോ? അല്ല. കാരണം അവനെ നാശപ്പെടുത്തണമെന്നുള്ള ആ വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് കടന്നു വന്നത്. അവന് നാശം സംഭവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എന്നെ നിങ്ങളെ നശിപ്പിക്കുവാൻ നമ്മൾക്കെതിരായി ഇപ്രകാരമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. ഭയപ്പെടരുത്. അവിടെ കർത്താവ് നിന്നതുപോലെ നിൽക്കുവാൻ ഉള്ള കേൾപ്പ് ഉണ്ടാകണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, കൂടെ നിൽക്കുന്ന സമൂഹം ഞങ്ങളെ ഒറ്റിക്കൊടുക്കുമ്പോൾ ദൈവമേ, ഒരു ഭൗമികമായ അനുഭവത്തിലൂടെയല്ല, സ്വർഗീയ അനുഭവത്തിൽ നിൽക്കാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ഏത് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും പതറാതെ നിന്ന് മുൻപോട്ട് പോകുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.